ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്. അപ്പോൾ വി.ഡി. സതീശൻ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ മന്ത്രിസഭയിൽ ആകെ 21 മന്ത്രിമാരാണ് ഉള്ളത്. അതിൽ ഓരോരുത്തരെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 24ാമത് മുഖ്യമന്ത്രിയും 13ാമത്തെ വ്യക്തിയുമാണ്. ഈ പോയിന്റ് നല്ലോണം ശ്രദ്ധിക്കണേ. 24ാമത് മുഖ്യമന്ത്രിയും 13ാമത്തെ വ്യക്തിയുമാണ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, റെയിൽവേ, നികുതി, ട്രഷറി, ലോട്ടറി, ശാസ്ത്ര സാങ്കേതികം, ദുരന്ത നിവാരണം. പിന്നെ രണ്ടാമതായിട്ട് രമേശ് ചെന്നിത്തല. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, പിന്നെ അഗ്നിരക്ഷാസേന, പിന്നെ കയർ. ഈ വകുപ്പുകളാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി, അതായത് ഹോം മിനിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെന്ന് പറയുന്നത്. അടുത്തതായിട്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വ്യവസായം, വാണിജ്യം, IT, ടെക്സ്റ്റൈൽസ്. ഈ 4 നാലാമതായിട്ട് മന്ത്രി സണ്ണി ജോസഫാണ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, പിന്നെ അനർട്ട്. ഈ 4 പിന്നെ അഞ്ചാമതായിട്ട് കെ. മുരളീധരൻ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആരോഗ്യം, ദേവസ്വം. അടുത്തതായിട്ട് A.P. അനിൽകുമാർ. റവന്യൂ, സർവേ, ലാൻഡ് റെക്കോർഡ്, പിന്നെ ഭൂപരിഷ്കരണം. അടുത്തതായിട്ട് P.C. വിഷ്ണുനാഥ്. ടൂറിസം, പിന്നെ ടൂറിസം ആൻഡ് സാംസ്കാരികം. അടുത്തതായിട്ട് M. ലിജു. സഹകരണം, പിന്നെ എക്സൈസ്. പിന്നെ റോജി M. ജോൺ. ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം. അടുത്തതായിട്ട് T. സിദ്ദിഖ്. കൃഷി, മണ്ണ് സംരക്ഷണം. അടുത്തതായിട്ട് O.J. ജനീഷ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് കായികം, പിന്നെ യുവജനകാര്യം. അടുത്തതായിട്ട് N. ഷംസുദ്ദീൻ. പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം. അടുത്തതായിട്ട് K.M. ഷാജി. തദ്ദേശ, നഗരാസൂത്രണം, ഗ്രാമവികസനം. അടുത്തതായിട്ട് P.K. ബഷീർ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് പൊതുമരാമത്ത്. അടുത്തതായിട്ട് V.E. അബ്ദുൽ ഗഫൂർ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഫിഷറീസ്, സാമൂഹിക നീതി. അടുത്തതായിട്ട് മോൻസ് ജോസഫ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലവിഭവം, ജലവിതരണം. അടുത്തതായിട്ട് അനൂപ് ജേക്കബ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ, അതായത് 16ാമത് കേരള നിയമസഭയിൽ എത്ര വനിതകളാണ്, അതായത് എത്ര വനിതാ MLA ഉണ്ടെന്ന് ചോദിച്ചാൽ ആകെ 11 MLA, പിന്നെ അതിൽ 9 പേർ കോൺഗ്രസ്, അതായത് UDF ആൾക്കാരും 2 പേര് LDF ആൾക്കാരുമാണ് കേട്ടോ. 9 പേര് കോൺഗ്രസും 2 പേർ LDF ആൾക്കാരുമാണ്. ആ 9 പേരിൽ 2 വനിതകളാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 9 വനിതകളിൽ 2 പേരാണ് മന്ത്രിമാരായിട്ടുള്ളത്. അതിൽ ഒരാളാണ് K.M. തുളസി. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് പട്ടിക പിന്നാക്കക്ഷേമം. അടുത്തതായിട്ട് ബിന്ദു കൃഷ്ണ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. അടുത്തതായിട്ട് ഷിബു ബേബി ജോൺ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് വനം, വന്യജീവി സംരക്ഷണം. അടുത്തതായിട്ട് CP ജോൺ. റോഡ്, ഗതാഗത വികസനം. അടുത്തതായിട്ട് CP ജോൺ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് റോഡ്, ഗതാഗത വികസനം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ചോദ്യമെങ്കിലും കാണും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം.
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഥവാ കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്നും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു.